ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നേക്കുന്ന ഗൈസ് പാർട്ട് 2 ആയിട്ടാണ് ഗൈസ്. നമ്മളന്ന് ഫുഡ് കഴിക്കാൻ വന്നതിൻ്റെ പാർട്ട് 2 ആണ് ഗൈസ്. ഞാൻ ഗൈസ് അന്ന് രാത്രി തന്നെ ഗൈസ് ഇങ്ങോട്ടേക്ക് പോകുന്നു ഗൈസ്. അപ്പോഴത്തേക്ക് ഗൈസ് രാവിലെ ഉണ്ട്, ഏകദേശം 1 മണിക്കൂറൊട്ടെ കടന്നുറങ്ങിയില്ല ഗൈസ്. നല്ല രാവിലെയാണ് അവിടെ ഗൈസ്, നല്ല ഗൈസ് നമ്മളെ പ്രബീഷ് വീണ്ടും ഇവിടെ വന്ന് പണി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ആക്കും, എൻ്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വന്നോളൂ. അപ്പോൾ അവനാണ് നോക്കാറ്. ഞാൻ കുറച്ച് ദിവസം വീട്ടിലില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഇനി ഇവിടുന്ന് പോവാം ഗൈസ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. പിന്നെ ഗൈസ് ഈ വീട്ടിൽ ഒരു സാധനം പോലുമില്ല, എല്ലാം എൻ്റെ മറ്റേ വീട്ടിലാണ്. അപ്പോൾ ഗൈസ് ഞാൻ ചെരുപ്പ് ഒന്നും എടുത്തില്ല, ഡ്രസ്സ് ഒന്നും ഇല്ലാണ്ട് തന്നെ പോവാണ് ഗൈസ്. നേരെ അങ്ങ് പോവാം. ഇപ്പോൾ ഗൈസ് നല്ലൊരു ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടായി നോക്കട്ടെ, അല്ലെങ്കിൽ പണി പാളും ഗൈസ്. വളരെ നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ ഗൈസ് ഇവിടെ റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട് ഗൈസ്. ഇങ്ങോട്ട് പോവാം. അടുത്ത നൈസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ഗൈസ് രാവിലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡ് അങ്ങനെ എടുക്കണം ഗൈസ്. ഇവിടെ നല്ല എന്താണ് ക്ലൗഡ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഗൈസ്. ക്ലൗഡ് അങ്ങ് മൂടിയിട്ടുണ്ട് ഗൈസിന്. രാവിലെ ഗൈസ് നല്ല തണുപ്പാണ് ഗൈസ്. ഈ ഡ്രസ്സ് ഇട്ട് ഇവിടെ എത്ര സർവൈവ് ചെയ്യാൻ കഴിയുമെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും ഗൈസ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോവാം. നല്ല സ്പീഡിലങ്ങ് പോവാം ഗൈസ്. ആക്ച്വലി ഗൈസ് ഞാൻ ശരിക്കും വീട്ടിൽ പോകാൻ വേണ്ടി വിചാരിച്ചാണ് ഗൈസ്. ഏതായാലും ഇവിടെ വരെ വന്നാലേ എന്ന് വിചാരിച്ചാണ്. എൻ്റെ അടുക്ക് ഗൈസ് ഒടുക്കത്തെ ലാഗ് അടിക്കുന്നുണ്ട്. ഹൈവേയിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഒന്നും കാണാൻ കഴിയുന്നില്ല, അമ്മാതിരി ഇതാണ്, ക്ലൗഡാണ്. അതുകൊണ്ടാണ് ഒന്നും കാണാൻ കഴിയില്ല ഗൈസ്. സ്ഥലം എത്തിയോ ഒന്നും അറിയുന്നില്ല. സ്ഥലം എത്തിയിട്ടുണ്ട്, മാപ്പിൽ കാണുന്നുണ്ട്. വളച്ചങ്ങ് എടുക്കുക ഗൈസ് അങ്ങോട്ടേക്ക്. ഗൈസ് ഇതാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇതിലൂടെ എടുക്കണ്ട ഗൈസ്, നമുക്ക് ഇതിലൂടെ എടുക്കാം. ഇതിലൂടെ തന്നെയാണ് എൻ്റെ ഗൈസ്. നമുക്ക് പാർക്കിംഗ് എവിടെ വരുന്നതെന്ന് അറിയില്ല. നമുക്ക് ഗൈസ് വണ്ടി ഇവിടെ ഒക്കെ പാർക്ക് ചെയ്ത് അങ്ങ് രാവിലെ ആയതുകൊണ്ട് തന്നെ ഗൈസ് വീഡിയോയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഗൈസ് അതൊരു വേറെ സീനാണ്. ഇങ്ങോട്ടങ്ങ് പാർക്ക് ചെയ്ത് ഇത് ഇടിക്കോ ഈ ഒരു ഇതിൽ നോക്കാം ഗൈസ്. പിന്നെ വണ്ടി കണ്ട ഗൈസ് എല്ലാവരും അറപ്പാവും, കാരണം അമ്മാതിരി കോലാണ് ഗൈസ്. നമ്മളെ ചെറുക്കന് എന്തോ കേൾക്കണം ഗൈസ്, ഫോൺ വയ്ക്കുന്ന കേൾക്കണോ ഗൈസ്. ഈ ബഗ് നിങ്ങൾക്ക് ഉണ്ടോയെന്ന് പറയാം ഗൈസ്. പെട്ടെന്ന് വേൾഡ് ആൻഡ് സിയർ എന്ന് പറഞ്ഞേ. അപ്പോൾ ഗൈസ് ഇവിടേക്കാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണെന്ന് അറിയില്ല ഗൈസ്. ഇവരെ എന്നെ പായിപ്പിക്കും ഗൈസ്, കാരണം പിച്ചക്കാരനാണെന്ന് വിചാരിച്ചിട്ട് ഇവരെന്നെ പായിപ്പിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഗൈസ് ഞാൻ വേറെ ഏതൊക്കെയോ വൈക്കൂടാണ് അങ്ങോട്ട് കയറുന്നത്. ഗൈസ് അവിടുത്തെ മെനു കാര്യങ്ങളൊക്കെ കണ്ട ഗൈസ്. അപ്പോൾ ഇതൊന്നും ഇപ്പം ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. ഇതിലൂടെയാണ് ഗൈസ് കയറുക. ഇതിലൂടെ കയറാം ഗൈസ്. ഇവിടെ ആൾക്കാരുണ്ട്. ഗൈസ് നമുക്ക് ഇവിടെ എങ്ങാനും ഇരിക്കുക. അപ്പോൾ ഗൈസ് ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആൾക്കാർ കുറവാണ് ഗൈസ്. മച്ചാനെ എങ്ങോട്ടാണ്? എടാ മച്ചാനെ ചെവി കേൾക്കൂല മച്ചാനെ. അപ്പോൾ ഗൈസ് നമുക്ക് മച്ചാനെ ഓർഡർ കൊടുക്കാം. മച്ചാനെ ഇവിടെ എന്താ പറയുക, വേണ്ട ഗൈസ് എനിക്കൊന്നും അറിയില്ല. മച്ചാൻ മൈൻഡ് പോലും വെക്കില്ല ഗൈസ്, മച്ചാൻ തിരക്കിലാണ്. ഇവിടെ വേറെ ആരും ഇല്ല. ഗൈസ് ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് എന്താ പറയുക, എന്താ ഓർഡർ ചെയ്യുക? ഓക്കെ ഗൈസ് നമുക്ക് പുട്ടും കടലക്കറി ഓർഡർ ചെയ്യാം. മച്ചാനെ ഒരു പുട്ടും കടലക്കറിയും. മോനെ ഒന്ന് വെയിറ്റ് ആക്കുക, അവിടെ പോയി ഇരി. ഓക്കെ മോനെ. മച്ചാൻ അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്കൊന്നും ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഞാൻ ഫുഡ് നല്ലതൊക്കെ കഴിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ഞാൻ വേറെ അവിടെ എത്തിപ്പോയി ഗൈസ്. നമുക്ക് നേരെ വേറെ വഴിക്ക് പോവാം. മച്ചാൻ ഇതിൻ്റെ എൻട്രൻസ് എവിടാ? ഇവിടെ പോടാ അവിടുന്ന്. ഇവിടെ നിന്ന് വെട്ടി മുഴുങ്ങിയിട്ട് അവൻ എൻട്രൻസ് പോകണ അറിയില്ല. പക്ഷേ മച്ചാൻ ഇത്തിരി ടെററാണ് ഗൈസ്. നമ്മളെ വണ്ടി ഓടാ, വണ്ടിയോടെ വണ്ടി കേസ്. ഞാനിങ്ങനെ കറങ്ങി പോവാണ് കേസ്.
ഓ ഗൈസ് റിയൽ പ്രൊഗ്രസ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളെ വണ്ടി കണ്ട ഗൈസ് ഏതാണ് സാധനം. അപ്പോൾ ഗൈസ് ഈ കോലത്തിൽ ഗൈസ് ഒരു രസമില്ല ഗൈസ്. എന്നെ കാണാൻ ഒറ്റ മൈൻഡ് കാരണം ഉണ്ടായതാണ് ഗൈസ് ഇത് മൊത്തം. ഞാനാണെങ്കിൽ ഗൈസ് ഇടയ്ക്കിടയ്ക്ക് വൈബ് എൻ്റെ ഓരോരോ മൂഡാണ് ഗൈസ്. അപ്പം ഇറങ്ങും. പിന്നെ ഫ്രണ്ട്സുകളാരെ കൂട്ടായിരുന്നു ഇത്. അത് ഓലും ഇല്ലായിട്ടൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. അതുപോലെ ഗൈസ് നമുക്ക് നല്ല വൈബ് അടിച്ച് പോവാം. ഓക്കെ, നെക്സ്റ്റ് ഗൈസ് കുറച്ച് നടക്കാൻ പോവാം. സിറ്റി 2 ഗൈസ് നല്ലൊരു സ്പോട്ട് ഞാൻ നോക്കുകയാണ്. ഓക്കെ ഗൈസ്, നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. പോയോ ഗൈസ്? ഇപ്പോൾ ഗൈസ് ഇവിടെ ഊട്ടീനേക്കാളും തണുപ്പാണ്. ഓ ഗൈസ് ഞാൻ വണ്ടി ഗൈസ് എന്താ പറയുക ഹാൻഡ് ബ്രേക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു. ഹാൻഡ് ബ്രേക്ക് അല്ല, പാർക്കിലിട്ട് കൊടുക്കുകയായിരുന്നു. ആക്സിലേറ്റർ കൊടുക്കുകയായിരുന്നു. ഓയ്യോ ഗൈസ് വണ്ടി പറന്നു പോയി അമ്മാരി എടുക്കലെടുത്തോണ്ട്. പിന്നെ ഈ വണ്ടി എനിക്കൊരു കോളിസിൻ്റെ ഒരു ഇത് തോന്നുന്നുണ്ട്. LC ഓട്ടോൻ്റെ തന്നെ ആയതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കോളിസിൻ്റെ ആ ഒരു ഫീൽ വരുന്നുണ്ട് ഇവിടെ ഒക്കെ. ആ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോഴേ വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. ഓയ്യോ വൈമാറി ഗൈസ്. കാരണം ഗൈസ് ഈ മാപ്പ് ഗൈസ് ഒരു മുന്നറിയിപ്പൊക്കെ തരേണ്ട മാപ്പേ. എന്താണ് ഇത്? ഓ നമുക്ക് ഗൈസ് ഒരു പാട്ട് പാടാം. വേണ്ട ഗൈസ്, ആ പാട്ട് പാടിക്കുകയാണ് ഗൈസ്. പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ഫാൻസായിപ്പോവും. വെറുതെ പറഞ്ഞാണ് ഗൈസ്. ഞാൻ അത്ര വലിയ പാട്ടുകാരനൊന്നുമല്ല, ചെറുതായിട്ടൊരു ഹനാനിച്ചാണെന്നേ ഉള്ളൂ. ഓ ഗൈസ് കൊണ്ട് വഴി മാറി. ഓ നമുക്കിങ്ങനെ വളച്ചങ്ങ് എടുക്കാം. വളച്ച് നല്ല 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 ഹെൽത്തി കൂട്ടാനായിട്ട് അങ്ങ് എടുക്കാം. അപ്പോൾ ഗൈസ് ഫുഡ് അങ്ങനെ ഉണ്ടത് പലരും ചോദിക്കുന്നുണ്ടാവും ഗൈസ്. ഇവിടുത്തെ ഫുഡ് കേസ് ഒരു രക്ഷയില്ല. നല്ല അടിപൊളി ചൂടുള്ള പുട്ടായിരുന്നു. പിന്നെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഇവിടുത്തെ പ്രൈസ് ഇത്തിരി അങ്ങ് കൂടുതലാണ്. ഒരു പുട്ടിന് വന്നേക്കുന്ന കേസ് 55 ഉറുപ്പ്യാണ്. ഒടുക്കത്തതായിപ്പോയി. കറിക്ക് പിന്നെ കേസ് വില കുറവാണ്. കറിക്ക് എത്ര എനിക്കറിയില്ല കേസ്. പ്രൈസ് ഒരൊറ്റ പുട്ടും കടലക്കറിയും ഞാൻ തിന്നിന്. പക്ഷെ കടലക്കറി സൂപ്പറായിരുന്നു. പുട്ട് നല്ല ചെറുതായിരുന്നു. ഞാൻ രണ്ടെണ്ണം ഓർഡർ ചെയ്യാനൊന്നുമില്ല. കാരണം എനിക്ക് അത്ര വിശപ്പില്ല. അയ്യോ ഗൈസ്, നമുക്ക് ഇവിടെ എങ്കിലും വണ്ടി പാർക്ക് ചെയ്യാം ഗൈസ്. അല്ല ഇവിടുത്തെ ആൾക്കാരെ ഞാൻ പിടിച്ച് പുറത്താക്കും. ഈ വണ്ടി കണ്ടിട്ട് ഗൈസ് ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതൊന്ന് കേക്ക് കൂടറ പൊട്ടാന്ന്. അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ കാണാൻ വന്ന സ്ഥലം എന്ന് പറയണേ. കുഴപ്പമില്ല. ഗൈസ് ഒടുക്കത്തെ തണുപ്പ്. സ്വർഗത്തിലൂടെ നടന്നു പോണമാരുണ്ടല്ലേ കാണാൻ. ഏതാ സുഖം. ജസ്റ്റ് എന്നാൽ ഫുഡൊക്കെ ഒന്ന് ദഹിക്കട്ടെ. എൻ്റെ ഇടയ്ക്ക് വീഡിയോ നല്ല ലെങ്ത് ആവുന്നുണ്ട്. ഇവിടേക്ക് ഇങ്ങനെ പോയോ കേസ്. അവിടെ ടവറല്ല കേസാ കാണുന്നത്. നല്ല ചുഖമുണ്ട് കേസ്. ചുഖം. അപ്പോൾ കേസ് ഞാൻ 1 മണിക്കൂറിട്ട് ഉറങ്ങിയില്ല. 1 മണിക്കൂർ ഉറങ്ങിയിട്ടില്ല. 1/2 മിനിറ്റ് ഉറങ്ങിയിട്ടുള്ളൂ. ഈ രാവിലെ തന്നെ ഇവിടെ നേരെ പോണം കേസ്. ഓ ഗെയ്സ് നമുക്ക് നേരെ പോവാം. ഞാൻ ഏകദേശം വീട്ടിലെത്തി തന്നെ രാവിലെ തന്നെ എത്തിയപ്പോൾ ഈ ഇവിടെ റോഡാണ് കേസ്. ഞാൻ തിരിച്ചങ്ങോട്ട് ഞാൻ നടക്കാം. ജസ്റ്റ് ഒന്ന് കാണണം തോന്നി, അതുകൊണ്ട് വന്നാണ് കേസ്. ഇപ്പോൾ വീഡിയോ 8 മിനിറ്റ് ആയിട്ടുണ്ട്. ലെങ്ത്ത് നല്ല രീതിക്ക് കൂടും കേസ്. അതുകൊണ്ട് ഈ ഇവിടെ തന്നെ കുറേ പാർട്ടാവും, അതാണ് പ്രശ്നം. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ പരന്നങ്ങ് പോവാം. ഗൈസ് നമുക്ക് കുറച്ച് നേരം കൂടി വീഡിയോ ചെയ്യാം, എന്നിട്ട് പാർട്ട് 3 ഇറക്കാം. അല്ലെങ്കിൽ ഓരോ പാർട്ടായിട്ട് ഇറക്കുമ്പോൾ സമയം കൂടും. ഗൈസ് ഒടുക്കുന്ന സമയം. കാരണം ഗൈസ് ഞാനിങ്ങനെ പെട്ടെന്ന് വീഡിയോ കട്ടും കാര്യം ചെയ്യാണ്ടായതുകൊണ്ട് തന്നെ ഈ സമയം കൂടും. LC ചെറുക്കന് കേസ് നമുക്ക് കുറേ വർക്ക് ചെയ്യാനുണ്ട്. വണ്ടി ഇപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഉള്ളത്. ഇപ്പോൾ കേസ് നമുക്ക് നേരെ കേസ് ഇവിടുന്ന് പോവാം. വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. വേറെ കാര്യം ലെങ്ത് ആയിട്ടില്ല, ആവും. നമുക്ക് നേരെ കേസ് റോഡ് അങ്ങ് പിടിച്ച് നോക്കാം. ഇന്നെ കൊണ്ടൊന്നാവില്ല കേസ് വളച്ചെടുക്കാൻ. നെക്സ്റ്റ് കേസ് ഉച്ച ആയിട്ടുണ്ട്. വേറെ കാര്യം വെറുതെ പറഞ്ഞാണ് കേസ്. ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ടല്ലേ ഉള്ളൂ. ഉച്ച ആവാനായിട്ടുണ്ട് കേസ്. ഒരു വൈകുന്നേരമൊക്കെ ആവാനായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കേസ് നമുക്ക് നേരെ ഈ സിറ്റി 2 എന്താവണം കിടക്കണം. രാവിലത്തെ ഭക്ഷണം മാത്രമേ സിറ്റി 2 തിന്നാൻ പറ്റത്തുള്ളൂ കേസ്. അല്ലെങ്കിൽ കേസ് വീഡിയോൻ്റെ ലെങ്ത്ത് ഞാൻ പറയണ്ടല്ലോ കേസ്. നമുക്ക് നേരെ കേസ് ഉച്ച ആവണതിൻ്റെ ഇടയ്ക്ക്
എവിടെ എത്തണം എന്നറിയോ? വേറെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ എത്തണം. ഗൈസ് ഒക്കെപ്പാട് ഫുഡി ലോഗായി പോകും ഗൈസ്. ഫുള്ള് ഫുഡ് കഴിക്കുന്ന ലോഗായി പോകും. അതാണ് സീന്. ഗൈസ് നെക്സ്റ്റ് പ്ലാന് വീട്ടിലേക്ക് പോകാനൊന്നല്ല, വേറെ കാര്യം. നെക്സ്റ്റ് പ്ലാൻ എന്താ വെച്ചാൽ അയ്യോ ഇപ്പം എല്ലാ പ്ലാനും പോയനെ. ഇപ്പോൾ നെക്സ്റ്റ് പ്ലാൻ എന്നെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് കേസ്. ഇപ്പം ഇടിച്ചില്ലെങ്കിൽ വെറുതെ പറയണേ. ഇപ്പോൾ നെക്സ്റ്റ് പ്ലാൻ എന്താ വെച്ചാൽ കഴിഞ്ഞാൽ ട്രോപ്പിക്കലി റിസോർട്ട് എടുത്ത് നിൽക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ട്രിപ്പ് ആയിക്കോട്ടെ. പക്ഷേ ഗൈസ് ഒറ്റ മൈൻഡിൽ ഇറങ്ങുമ്പോഴേ ഗൈസ് ഇങ്ങനെയൊക്കെ പോകാൻ കഴിയുള്ളൂ. അല്ല പ്ലാനൊക്കെ ചെയ്ത് ഇറങ്ങുമ്പോൾ ഗൈസ് പോകാനൊന്നും കഴിയില്ല. അപ്പോൾ ഗൈസ് കണ്ട ഗൈസ് നമ്മളെ എൽസിക്ക് വീണ്ടും വിറയല അസുഖം വന്നിട്ടുണ്ട്. വണ്ടി നമ്മൾ പറപ്പിച്ച് വിടുകയാണ് ഗൈസ്, കത്തിച്ച് വിടുക. ജസ്റ്റ് അടിപ്പടിച്ചാനെ ഗൈസ്. നമുക്ക് നേരെ പറപ്പിച്ച് വിടാം ഗൈസ്. ഈ ഫോഗിലോടെ ഒന്നും കാണുന്നില്ല, ഫുള്ള് ലൈറ്റൊക്കെ കത്തിച്ച് നോക്കി, ഒന്നും കാണുന്നില്ല മച്ചാന്മാരെ. ക്യാമറ ആംഗിൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. വണ്ടി ഡ്രിഫ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഗൈസ് എനിക്കൊരു ആഗ്രഹം സാധിക്കാനുണ്ട്. ഗൈസ് ഇങ്ങോട്ടേക്ക് നിർത്താം വണ്ടി. ഇപ്പോഴൊക്കെ കയ്യുള്ളൂ ഗൈസ്. കാണുന്ന ഇങ്ങോട്ട് വേണ്ട ഗൈസ്, ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല. കാണുന്ന ഗൈസ് വലിയൊരു ഗോൾഡ് കളർ വണ്ടി ഉണ്ടല്ലോ ഗൈസ്, അതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കണം എന്ന് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. വണ്ടി കൊണ്ടിട്ടല്ല, നടന്നിട്ട്. വണ്ടിയും കൊണ്ട് ഗൈസ് നമുക്ക് എപ്പോഴും കയറാൻ കഴിയുമുള്ള സംശയമാണ്. കാരണം ഗൈസ് അങ്ങനത്തെ ഒരു കയറ്റമാണ്. നടന്നും കൊണ്ട് തന്നെ മര്യാദ കയറാനില്ല. വണ്ടി കൊണ്ട് കയറാനൊക്കെ കഴിയും ഗൈസ്. ഇതിൽ കൂടെ അങ്ങ് എടുത്താൽ മതി. ഗായ്സ് എൻ്റെ കാല് വിറയ്ക്കുന്നു തണുത്തിട്ട്. ഗായ്സ് വണ്ടി കൊണ്ട് കയറാൻ കഴിയും ഗൈസ്. അയ്യോ സിന വലിപ്പം നോക്കിക്കേ. അയ്യോ ഞാൻ ഈ കല്ലിൻ്റെ ഉള്ളിലായിപ്പോയി ഗൈസ്. ഈ വണ്ടീൻ്റെ ഉള്ളിൽ കയറാൻ കഴിയോ? എൻ്റെ പൊന്നു, ഞാൻ ക്യാമറ ആംഗിൾ ഇട്ട് കാണിച്ചു തരാം എന്താണ് ഈ വണ്ടീൻ്റെ വലിപ്പം. അയ്യോ കണ്ടാ, ഇതാണ് ഈ വണ്ടി. നമുക്ക് നേരെ ഈ വണ്ടി അടുത്തേക്ക് തന്നെ പോകാം. കാരണം ഉച്ച ആയിട്ടുണ്ട്. കുറേ മണിക്കൂർ കേസ് ഞാൻ പെട്ടെന്ന് കുറേ ഭാഗം കട്ട് ചെയ്തിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. വേറെ കാര്യം. അയ്യോ ഓടിക്കോ. നമുക്ക് നേരെ കേസ് അങ്ങോട്ട് പോവാം. എന്നിട്ട് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് നേരെ ട്രോപ്പിക്കിലേക്ക് പോവാം. കാരണം കേസ് നല്ല ക്ഷീണമുണ്ട്. ഇപ്പോഴാണ് കേസ് എനിക്ക് ഉറക്കം വരുന്നത്. കാരണം കേസ് ഞാൻ ഇങ്ങനെ ഒറ്റ മൈൻഡിൽ ഇറങ്ങുമ്പോൾ കേസ് അന്നും ഉറങ്ങിയില്ല. കുറേ ദിവസത്തൊന്നും ഒരാൾക്ക് ഉറങ്ങാൻ നിൽക്കാൻ കഴിയത്തില്ല കേസ്. അതുകൊണ്ട് നല്ല ക്ഷീണം വരുന്നുണ്ട്. നേരെ ഉച്ചക്കത്തെ ഫുഡും കഴിച്ചിട്ട് ട്രോപ്പിക്കിലേക്ക് പോകാം കേസ്. അല്ലാണ്ട് വേറെ നിവർത്തിയില്ല. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ് കേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ കേസ് നമുക്ക് കേസ് ബിരിയാണി ഓർഡർ ചെയ്യാം കേസ്. പെട്ടെന്ന് തന്നെ അങ്ങ് പോവാം. അയ്യോ കേസ് അവിടെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ് ആയോ? റെസ്റ്റോറൻറ്റ് അല്ലേ കേസ് ഈ കാണുന്നത്? ഇത് റെസ്റ്റോറൻ്റ് ആണോ? കയറി നോക്കാം. ഇത് റെസ്റ്റോറൻ്റ് എല്ലാം തോന്നുന്നുണ്ട് കേസ്. പോയി നോക്കിയിട്ട് തന്നെ കാര്യം. അയ്യോ ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കുത്തി കയറ്റായിരുന്നു. കയറ്റീന് കേസ്, കയറ്റായിരുന്നല്ലേ കയറ്റീന്. ഇതാണോ ഫുഡ് റെസ്റ്റോറൻറ്റ്? ഇത് ഓഫീസല്ലേ അണ്ണാ? ഒരു ഞെട്ടിക്ക ബിരിയാണി. കേസ് ഇത് 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 ഹോട്ടലൊന്നല്ല, പറ്റിച്ച്. ഇതെന്താണ് കേസ്? ഏതോ റൂമാണ് കേസ്, റിസോർട്ട്. ഇത് റിസോർട്ടാണ്. ഇവിടെ എന്താണ്? ഒന്നുമില്ല കേസ്. ഇവിടെ എന്താണ് കട്ടുമൽ പുട്ടല്ല കേസ്, വേറെ എന്തോന്നാണ് കേസ്. ഇവിടുന്ന് മൂഞ്ചി പോയി കേസ്. ഫുഡൊന്നും കിട്ടിയില്ല. നമ്മളാരായി ഇനി കേസ് നെക്സ്റ്റ് റെസ്റ്റോറൻറ്റ് നോക്കുകയാണെങ്കിൽ കേസ് ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ ഈ ഉച്ചക്കത്തെ ഫുഡ് അങ്ങ് രാവിലെ കഴിക്കാൻ വിചാരിച്ചായിരുന്നു. ഉച്ചക്കത്തെ ഫുഡ് കേസ് നമുക്ക് റിസോർട്ടിൽ പാക്കേജ് ഉണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഈ റിസോർട്ട് ഇതാണ്. ഉച്ചക്കത്തെ ഫുഡ്, വൈകുന്നേരത്തെ ഫുഡ്, രാത്രിത്തെ ഫുഡ് അവിടെ നിന്ന് ആക്കാം. നമുക്ക് പിന്നെ പൈസ ഉള്ളതുകൊണ്ട് കാശ് വീശാലോ. അയ്യോ വണ്ടി ഗീറ് മാറ്റാൻ മറന്നുപോയി. അപ്പോൾ ഇത് നല്ല റിസോർട്ടാണ് കേസ്. ഇത് കണ്ടിട്ട് രസമുണ്ട് കാണാൻ. ജസ്റ്റ് റൂമൊക്കെ എടുക്കാം. ഓരോ ദിവസം ഇവിടെ സ്റ്റേ നിന്ന് നോക്കണം, എന്നിട്ട് പറയാം. കേസ് ഇനി എപ്പോൾ ട്രോപ്പിക്കിൽ എത്തുമെന്ന് അറിയില്ല. ഇതാണ് കേസ് ഗിയർ മാറ്റുന്നില്ല, ഓട്ടോമാറ്റിക്കലിട്ട് കണ്ട ഗിയർ ഇങ്ങനെ കിടക്കുകയാണ് കേസ്. ഞാൻ മാനുവലിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൊണ്ട് ഓട്ടോമാറ്റിക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. ഒരു ഗിയർ മാത്രമാണ് കേസ് നല്ല ലാഗ് വരുന്നത്. കണ്ട മറ്റേ ഗിയർ നല്ല ലാഗ്. ഇതെന്താണ് കേസ്?
അയ്യോ നമുക്ക് വണ്ടി നിർത്തിയെടുക്കാം ഇത്. കാരണം ഈ വണ്ടി കിടക്കണ ഗിയറൊക്കെ കണ്ട ചെറുത് തന്നെ. ഫസ്റ്റ് ഗിയർ ഞാൻ 6th കിടക്കണേ. പിന്നെ വയസ്സ് ഒടുക്കത്തെ ലാഗോ. വണ്ടി കണ്ട കേസ് എന്ത് ലാഗാണ്. എത്രാമത്തെ ഗിയറിലപ്പോൾ 5th നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ചവിട്ടി വിടാം കേസ്. ഓയ്യോ ഇവിടെ ആരാടാ ടോളെ കൊണ്ടുവച്ച മച്ചാന്മാരെ. ഞാൻ വെട്ടിച്ചെടുക്കുകയാണ് കേസ്. എനിക്ക് സത്യം പറഞ്ഞ ഒന്നും കാണുന്നുമില്ല. കാരണം കേസ് ഇവിടെ മൊത്തം അറ്റ്മോസ്ഫിയറിക് ക്ലൗഡാണ്. അത് ഇവിടുത്തെ ഒരു സീസൺ ആകുമ്പോൾ ഉണ്ടാവുന്നതാണ് കേസ്. ഒന്നും എന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ. ഞാൻ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. യെസ് ആ സിറ്റി 2 കഴിഞ്ഞപ്പം ക്ലൗഡും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. കാരണം കേസ് ഇപ്പോൾ ഉച്ചയാണ്. എന്നാലും കേസ് ഇന്നത്തെ ദിവസം നല്ല ഉച്ചയൊന്നും ആയില്ല. ഇപ്പോൾ ഉച്ച ആയിണ്ടാവും കേസ്. ഉച്ച കഴിയാനായിണ്ടാവും. കാരണം കേസ് ഞാൻ നേരത്തെ ചെന്ന് ഫുഡ് കഴിക്കാൻ നിന്നായിരുന്നു. അതാണ് പണി പാളിയത് കേസ്. നമ്മൾ ട്രോപ്പിക്ക് എത്തുമ്പോഴത്തേ കേസ് ഉച്ചയും കാര്യങ്ങളൊക്കെ ആവും. എന്നിട്ട് കേസ് നല്ലോന്ന് കടന്നുറങ്ങിയിട്ട് ട്രോപ്പിക്കിൽ നിന്ന് രാത്രി ആകുമ്പോൾ കേസ് വേറെ സ്ഥലത്തേക്ക് തിരിയാം. ഇപ്പോൾ കേസ് വണ്ടിയുടെ ടോപ്പ് സ്പീഡ് വേണേൽ ചെക്ക് ചെയ്യായിരുന്നു. ടോപ്പ് സ്പീഡ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 250 വണ്ടി സുഖമായിട്ട് കയറും തോന്നുന്നുണ്ട് ഗൈസ്. നമ്മളെ LC മൈലേജ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വേറെ കാര്യം നമ്മൾ ഇന്നലെയും അന്നൊക്കെ ഈ മൈലേജ് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വീഡിയോൻ്റെ ലെങ്ത്ത് നല്ല രീതിക്ക് തന്നെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് വേഗം ട്രോപ്പിക്ക് എത്തി വീഡിയോ അതിൻ്റെ പാക്കേണ്ടി വരും. ട്രോപ്പിക്ക് കേസ് ഇപ്പോഴൊന്നും എത്തൂല. വേറെ കാര്യം ഗൈസ് നമുക്ക് ഗൈസ് വണ്ടി 255 വരെ കയറിയിട്ടുണ്ട്. ഇവിടെ വേഗം പോകും. വേഗം ട്രോപ്പിക്കിലേക്ക് പോകാം. വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ട്രോപ്പിക്ക് ചെന്ന് എൻ്റെ ആക്കാൻ കയ്യിലുണ്ടാവില്ല. പാർട്ട് 3 ആയിട്ട് കാണാം ഗൈസ് വേണമെങ്കിലും. അയ്യോ അത് കണ്ടായിരുന്നു മാപ്പിൽ. പെട്ടെന്ന് മാപ്പ് നോക്കിയാൽ നന്നായി. അയ്യോ ഗൈസ് അത് വല്ലാത്തൊരു പരിക്കായിരുന്നു ഗൈസ്. ചേസ് നമുക്കൊന്നും പറ്റിയില്ല. വണ്ടിക്കൊന്നും പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് ജമ്പായി പോയതാണ് യെസ്. ട്രോപ്പിക്ക് എത്തുമ്പം ഗൈസ് സിറ്റി 1 മാതിരി തന്നെ ലാഗാണ്. ലാഗൊക്കെ പോയിട്ടുണ്ട്. അത് സ്ലോഡാവാനുള്ള സമയം കൊടുക്കണം ഗൈസ്. പിന്നെ ഗൈസ് വീണ്ടും സെൽസിക്കൊന്നും പറ്റിയില്ല. വണ്ടിയിൽ നിന്ന് പുക വരുന്നുണ്ടോ. വീണ്ടും ഗൈസ് ഒലഹാസിൻ്റെ ലാഗ് വന്നിട്ടുണ്ട്. ഓരോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഗൈസ് ലാഗ് ഇങ്ങനെ വന്നോളൂ. അത് കണ്ടോ പെട്ടെന്ന് ബ്രിഡ്ജങ്ങ് ഊരിപ്പോയി. ഇതെന്ത് പരിപാടി ഗൈസ് ഒലഹാസേ. ഒരുമാതിരി എന്തോന്ന്. വേഗം റിസോർട്ടിലെത്തിയിട്ട് ഫുഡ് കഴിക്കണം. അമ്മാതിരി വിശപ്പാണ് ഗൈസ്. ഒറ്റ പുട്ടിനാലൊന്നും ആയില്ല. അവൻ്റെ ഒരു ഉണക്കപ്പുട്ട് ഫുഡ് കൊള്ളായിരുന്നു. പക്ഷേ ഓവർ പ്രൈസുള്ള സാധനം. ഇതെന്താണ് ഫുൾ ഓപ്ഷൻ പുട്ട് വാങ്ങി വരും. ഓയ്യോ ഗായ്സ് ഇവിടെ ഒടുക്കത്തെ തണുപ്പായിരുന്നു. വേറെ എവിടെ റിസോർട്ട് എടുത്താൽ മതിയായിരുന്നു. ഇതൊരുമാതിരി കുന്തളിപ്പ്. നമുക്ക് സ്പീഡിലങ്ങ് പോവാം. റിസോർട്ട് എത്താനേ. അയ്യോ ഇപ്പം വണ്ടി പേടിച്ചാനേ. ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിച്ചാളാം കേസ്. ഞാൻ പാക്കേജും റൂമൊന്നും എടുത്തിട്ടില്ല. നമുക്ക് നേരെ വണ്ടി പോയി അതൊന്നും ഞാൻ കാണിക്കുന്നുമില്ല കേസ്. നമുക്ക് നേരെ അങ്ങോട്ട് കയറുന്ന ഇവിടെയൊക്കെ അല്ലേ എൻട്രൻസ്. നേരെ റിസോർട്ടിലാണ് എടുക്കണേ. അപ്പോൾ കേസ് ഞാനൊരു റൂം നോക്കണ്. അതിൻ്റെ മുകളിലേക്ക് വണ്ടി കയറ്റണ് എടുക്കണം. അപ്പോൾ കേസ് ഇതാണ് കേസ് നല്ലൊരു വീട്. അവിടെ ഞാൻ കേസ് നമുക്ക് ഇവിടേക്ക് വണ്ടി ഇടാം. ഗൈസ് വീണ്ടും വേൾഡ് സെൻ്റർ. അപ്പോൾ ഗൈസ് നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. അപ്പോൾ ഗൈസ് വീഡിയോ ലെങ്ത് ആയി. അപ്പോൾ ഗൈസ് പാർട്ട് 3 ആയിട്ട് കാണുന്നവരെ ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ് ബൈ.